നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, ശാലിനി മോളെ, എന്നെ വിളിക്കണ്ട, ഞാൻ മരിക്കാൻ പോവാ. അയ്യോ മോളെ, നീ മണ്ടത്തിനൊന്നും കാണിക്കില്ലേ? വാതിൽ തുറക്ക് മോളെ. മോളെ ശാലിനി, ചാച്ചു പറയുന്നൊന്ന് കേക്ക്. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നീ വാതിൽ തുറക്ക്. എനിക്കൊന്നും കേക്കണ്ട, എനിക്ക് മതിയായി. മോളെ വാതിൽ തുറക്ക്. ശാലിനി മോളെ, നീ അബദ്ധമൊന്നും കാണിക്കില്ലേ? ചാച്ചു പറയുന്നത് കേക്ക്. മോളെ, എന്താ ഇവിടെ ബഹളം? ശാലിനി ആത്മഹത്യക്ക് ശ്രമിക്കാടാ. നീ ഒന്ന് വാതിൽ ചവിട്ടി പൊളിക്ക്. എന്തിനാ ചാച്ചു? അവള് മനസ്സമാനത്തോടെ ചാവട്ടെ. ശാലിനി മോളെ, അവളിപ്പോ ആത്മഹത്യ ചെയ്താലേ നാട്ടിലെല്ലാവരും അവളൊരു പേടിത്തൊണ്ടിയാണെന്ന് മനസ്സിലാക്കും. മാത്രമല്ല, അവള് പോയാലേ ഡാഡിയുടെ സ്വത്ത് മുഴുവൻ എനിക്ക് മാത്രമായിട്ട് കിട്ടും. അതുകൊണ്ടേ മോളെ, നീ ചാച്ചു പറയുന്നത് കേക്കണ്ട. ആത്മഹത്യ ചെയ്തോ? വെറുതെ കൊതിപ്പിച്ചതാണല്ലേ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഞാൻ പേടിത്തൊണ്ടിയല്ല, തോറ്റോടാൻ എനിക്ക് മനസ്സില്ല. ഞാൻ പൊരുതും. എനിക്കെതിരെ തിരിഞ്ഞവരെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നിന്നെ കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ലടി. നീ അവൻ പറഞ്ഞൊന്നും കാര്യാക്കാൻ നിൽക്കണ്ട. നിന്നെ കൊച്ചാക്കിയവരോടൊക്കെ നമുക്ക് കണക്ക് ചോദിക്കാം. ആരെയും വെറുതെ വിടണ്ട. എന്താ? ആ ശാലിനി മഞ്ജുവിനെ കള്ളക്കേസിൽ കുടിക്കിയതിനെ ഗിരിയേട്ട ശാലിനിയെ കുറെ ചീത്ത വിളിച്ചു. മഞ്ജുവിന് ശാലിനിയെ കുടിക്കെന്ന് പറഞ്ഞപ്പോ ആദ്യം ഗിരിയേട്ടൻ വിശ്വസിച്ചില്ല. പിന്നെ മഹിമ തെളിവ് കാണിച്ചപ്പോഴാ ഗിരിയേട്ടന് വിശ്വാസം വന്നത്. മഹിമയോ? ആ, അവളാ ശാലിനിയും മോനായും കൂടെ സംസാരിക്കുന്ന വീഡിയോ എടുത്ത് ഗിരിയേട്ടനെ കാണിച്ചത്. ആ, നീ വെച്ചോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ആ, മഹിമയ്ക്കുള്ള പണി ഇനി ശാലിനി കൊടുത്തോളും. എന്താ മോളെ? നമുക്കൊരാളെ കാണാൻ പോണം. ആരെയാ മോളെ? അതൊക്കെ പറയാം. ചാച്ചു പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വാ. കൊച്ചമ്മയും അമ്മായിയായിരുന്നോ? എന്താണാവോ വഴിതടഞ്ഞൊരു ഷോ? മഞ്ജുവിനെ കേസിൽ കുടുക്കിയത് ഞാനാണെന്ന് ഗിരി അറിയിച്ചത് നീയാണോ? അതെ, ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. നിങ്ങളുടെ തനി നിറം എന്താണെന്ന് ഗിരിയേട്ടൻ അറിയണ്ടേ? എടി, നിനക്കെന്നെ അറിയില്ല. ഞാൻ വിചാരിച്ച നിന്നെ ഒരു നിമിഷം കൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റും. എന്നാ തീർക്കടി. നിന്റെ വിരട്ടൽ കേട്ട് പേടിക്കാൻ വേറെ ആളെ നോക്കിക്കോ. എടി, വേണ്ട മോളെ, വേണ്ട. ഇവരോടൊന്നും മുട്ടാൻ പോവരുത്. ശത്രുക്കളാണെങ്കിലും നമ്മുടെ അന്തസ്സിന് ചേർന്നവരാവണം. കള്ളവാറ്റുണ്ടാക്കി നാട്ടുകാരെ പറ്റിച്ച് കാശുകാരനായ ഗോപാലന്റെ മോക്കാണോ അന്തസ്? എന്നെ തല്ലിയല്ലേ? പിന്നെ നീ തരുന്ന അടിയും വാങ്ങിക്കൊണ്ട് ഞാൻ വീട്ടിൽ പോകുന്നു വിചാരിച്ചോ? ഞാൻ മാധവന്റെ മോളാ.
നീ ആരുടെ മോളാണെങ്കിലും ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. പകരം വീട്ടാൻ വന്നാ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നീ വിചാരിച്ചോ? എന്താ 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 പ്രശ്നം? ഇവളെന്നെ അടിച്ചു, ഞാനും തിരിച്ചു കൊടുത്തു. എടോ വക്കീലെ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാതെ താൻ എന്റെ പണി നോക്കിപ്പോ. ആഹാ, അത് ശരി. അതെ, ഞാൻ എന്റെ പണി തന്നെ നോക്കുന്നത്. ഞാനൊരു വക്കീലാണ്. ഈ കുട്ടി എന്റെ ക്ലയന്റും. ഞാനോ? ഞാൻ ഏറ്റു. ദേ, ഇങ്ങനെ രാത്രി സമയത്ത് ജോലിക്ക് നെട്ടോട്ട് ഓടുന്ന എന്റെ കക്ഷിയെ നിങ്ങൾ എന്തിനാണ് വഴി തടഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്? ദേ, അത് ശിക്ഷാർഹമായ കുറ്റമാണെന്ന് അറിയില്ലേ? സോറി, എനിക്ക് അമേരിക്കയിലെ നിയമമേ അറിയൂ. അയ്യടാ, ഒരു അമേരിക്കക്കാരത്തി വന്നേക്കണോ? അതെ, എന്റെ കക്ഷിയെ ബലമായി തടഞ്ഞതിനും മർദ്ദിച്ചതിനും 340 IPC 323 IPC. അതെ, 1 വർഷം വരെ അകത്ത് കിടക്കേണ്ടി വരും. നിങ്ങൾ അതിനുള്ള കുറ്റവും ചെയ്തിട്ടുണ്ട്. അവളും എന്നെ അടിച്ചല്ലോ. ആ, നിങ്ങൾ രണ്ടുപേരും ഇയാൾ ഒറ്റയ്ക്കും സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്താണെന്ന് ഏത് കോടതിയും വിധിക്കൂ. ഞങ്ങളുടെ കയ്യിൽ നല്ല മിടുക്കന്മാരായ വക്കീലന്മാരുണ്ട്. തന്നെ പോലെ കാൽ കാശിന് ഗതിയില്ലാത്തവരല്ല. സിറ്റിങ്ങിന് ലക്ഷങ്ങൾ മേടിക്കുന്നവരാ. അവര് ഞങ്ങളെ ഏത് കേസിൽ നിന്നാണെങ്കിലും പുഷ്പം പോലെ ഊരിയെടുക്കും. അതൊക്കെ അവർ ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മുടെ കോടതിയല്ലേ, കേസ് തീരാനേ 1-2 കൊല്ലം എടുക്കും. കോടതി കേസ് നടക്കുമ്പോ പ്രതികളെ രാജ്യം വിടാൻ പാടില്ല. മേഡത്തിന് അമേരിക്കക്ക് തിരിച്ചു പോണ്ടേ? അയ്യോ മോളെ, ആ പിന്നെ നിങ്ങളുടെ വക്കീലന്മാർ വലിയ പുള്ളികളായതുകൊണ്ട് കേസ് നടക്കുന്ന കാലം മുഴുവൻ ഓരോ സിറ്റിങ്ങിനും ലക്ഷങ്ങൾ എണ്ണി കൊടുക്കേണ്ടി വരും. എന്റെ കക്ഷിക്ക് വെറും 1000 രൂപ വരുള്ളൂ. ഡിസ്കൗണ്ട് തരാം, ഡിസ്കൗണ്ട് തരാം. മോളെ, വെറുതെ പ്രശ്നത്തിന് പോകണ്ട. വാ, നമുക്ക് പോവാം. ഇത്തവണത്തേക്ക് നീ രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കോ. ഇതെവിടെ പോവാണ്? ഒരാളെ നടുറോടി തടഞ്ഞെടുത്ത് അടിച്ചിട്ട് ചുമ്പങ്ങ് പോവാണോ? പിന്നെ എന്ത് വേണം? 1 മിനിറ്റ്. നഷ്ടപരിഹാരം വേണോ? എനിക്കൊന്നും വേണ്ട. ഒരു 10,000 വേണ്ടി വരും. അതെ, ഈ നമ്പറിലേക്ക് ഇട്ടാ മതി കേട്ടോ. ഇട്ട് കൊടുക്ക്. ആ മോളത്തെ നമ്പർ. വന്നു 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 വന്നു. ഇതൊക്കെ കേട്ടാ പോരെ? പോരാ, എന്റെ കക്ഷിയോടെ മാപ്പ് കൂടി പറയണം. ഞാൻ ഇവളോട് മാപ്പ് പറയാനോ? ആ. നടക്കില്ല. മാഡം, അമേരിക്ക മോളെ, ഒന്ന് പറ, പ്രശ്നം തീരട്ടെ.